അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. ഈ മെയിൽ ചെയ്തപ്പോൾ അതിന് റിപ്ലൈയും വരുന്നില്ല. ഒരു അക്കൗണ്ടിലേക്ക് തരുന്നത് പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി ഫണ്ട് പ്ലസ് കോമ്പൻസേഷൻ നമ്മളുടെ കൈ കിട്ടാൻ വേണ്ടി നമുക്ക് 30 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലുള്ള അൽമാട്ടി എന്ന സിറ്റിയിലാണ്. നമ്മളിപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിനായിട്ട് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ആപ്പുകളായിട്ടുള്ള Booking.com അല്ലെങ്കിൽ അഗോഡ, മേക്ക് മൈ ട്രിപ്പ്, ഗോയിബിബോ ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അഗോഡയുടെ ഭാഗത്തു നിന്നും Booking.comൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽമാട്ടി എന്ന് പറയുന്ന ഈ സിറ്റി, അൽമാട്ടി സിറ്റിയിൽ നമുക്കിപ്പോൾ ഞാൻ എൻ്റെ വൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പേർക്ക് വിത്ത് ബാത്റൂമുള്ള ഒരു റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. നമുക്കൊരു 3,500, 4 ഇതിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിത്ത് കിച്ചൺ അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ഹോട്ടലിനേക്കാളും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു അഗോഡയിൽ. അതിനകത്ത് ക്വാഡ്രപ്പിൾ റൂം എന്നായിരുന്നു ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ആ അപ്പാർട്ട്മെൻറ്റിൽ 4 സിംഗിൾ ബെഡ്സാണുള്ളത്, ഒരു കിച്ചൺ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 2 പേരായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഈ 4 പേര് 4 ബെഡ് സ്പേസ് ഉള്ള ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ അഗോഡയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ അഗോഡയുടെ VIP പ്ലാറ്റിനം മെമ്പറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് ഒരു ദിവസത്തേക്ക് 1,400 രൂപയുടെ അടുത്തായിരുന്നു ഈ അഗോഡയിൽ എനിക്ക് ഇതിൻ്റെ പ്രൈസ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 5 ദിവസത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തു. ഈ പറയുന്ന ക്വാഡ്രപ്പിൾ റൂം എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഹോസ്റ്റിൻ്റെ, അതായത് ഇത് ആരുടെയാണോ അതിൻ്റെ ഓണറിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അഗോഡ ഹോം ഹോസ്റ്റ് ചെയ്യുന്നവരുടെ നമ്പറിൽ വാട്സപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ ഇല്ലാത്തതെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഞാൻ ഈ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആദ്യം വിളിച്ചിട്ടുണ്ടായിരിക്കും. ആ ദിവസം തന്നെ ഞാൻ 5-6 തവണ വിളിച്ചു. എല്ലാ തവണ വിളിച്ചപ്പോഴും ഇത് നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അഗോഡ ആപ്പിൽ നോക്കിയപ്പോൾ ഇയാളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമെയിൽ ID വെച്ചിട്ട് ഞാൻ പുള്ളിക്ക് മെയിൽ ചെയ്തപ്പോൾ അതിന് റിപ്ലൈയും വരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബുക്ക് ചെയ്തിരിക്കുന്ന ദിവസം 24 24-ാം തീയതി ആവറായപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ വേറെ ഓപ്ഷൻ നോക്കിയപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് അൽമാട്ടി പോലുള്ള ഒരു സിറ്റിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീസണാണ്, ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്നൊരു ഹോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല റേറ്റ് കാണിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് മുഴുവൻ നല്ല റേറ്റ്. അഗോഡയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഹോസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. 48 മണിക്കൂറായിട്ടും അയാളുടെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു ഈ മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ ഗോയിബിപ്പോ ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വേറൊരു സ്റ്റേ ഇവർ അറേഞ്ച് ചെയ്ത് തരുമെന്ന് വിചാരിച്ചു ഈ അഗോഡ. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായിരുന്നില്ല. ഇവർ ഈ ഹോസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ആ ഹോസ്റ്റിനെ കിട്ടിയില്ല. കാരണം ദിസ് പ്രോപ്പർട്ടി ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ നമുക്ക് വരുന്നത്. അങ്ങനെ അഗോഡയുടെ ഭാഗത്ത് നിന്ന് വേറെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളും ഒന്നും തന്നെ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നില്ല. അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് ഫ്രീ ആയിട്ട് ക്യാൻസൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രീ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ പ്രോപ്പർട്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൂടാതെ 10% അഗോഡ ക്യാഷ് അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10% അഗോഡ ക്യാഷ് എന്ന് പറയുന്നത് ഈ അഗോഡയുടെ അക്കൗണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി അഗോഡയെ തന്നെ വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അവരുടെ ഹൈപ്പർ വാലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ ഡയറക്റ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊള്ളാവുന്ന ഒരു ഓപ്ഷനായിട്ട് പോയി. നമുക്ക് ഈ മേക്ക് മൈ ട്രിപ്പിൻ്റെ കാശോ അല്ലെങ്കിൽ ഗോയിബിബോയുടെ ക്യാഷോ അവരുടെ ആപ്പിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് ഡയറക്റ്റായിട്ടാണ് നമുക്ക് അഗോഡ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നത്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഈ പറയുന്ന OTS എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അഗോഡ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് 10% കോമ്പൻസേഷൻ, അതായത് ഫുൾ റീഫണ്ട് പ്ലസ് 10% കോമ്പൻസേഷൻ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീഫണ്ട് പ്ലസ് കോമ്പൻസേഷൻ നമ്മളുടെ കൈ കിട്ടാൻ വേണ്ടി നമുക്ക് 30 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അതൊരു നീണ്ട കാലയളവാണ്. അപ്പോൾ ഞാനിതിന് എൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ എൻ്റെ അമെക്സിൻ്റെ കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമെക്സിൻ്റെ കാർഡിൻ്റെ 3.5% ഫോറക്സ്, അതിൻ്റെ GST, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ കാശെടുത്ത് അടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എനിക്ക് ഇതിൻ്റെ റീഫണ്ട്. പിന്നെ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6% എനിക്ക് ലാഭമായിട്ട് കിട്ടുന്നുള്ളൂ. ലാഭം എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ആ ബുദ്ധിമുട്ടിന്. കാരണം ഈ ഹോസ്റ്റ് പുള്ളി വാട്സപ്പിൽ അവൈലബിൾ അല്ല, അത് തന്നെ ഒരു റെഡ് ഫ്ലാഗാണ്. പിന്നെ പുള്ളിയുടെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി തന്നെ നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അഗോഡ എടുത്ത് നോക്കിയപ്പോൾ അഗോഡയുടെ ആപ്പിൽ ഇപ്പോഴും ആ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നെ പോലെ വേറെ ആരെങ്കിലുമൊക്കെ വീണ്ടും ബുക്ക് ചെയ്യുന്നു, വീണ്ടും റീഫണ്ട് ചോദിക്കുന്നു, വീണ്ടും 30 ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു.
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ Booking.com നോക്കി. Booking.com നോക്കിയപ്പോൾ എനിക്ക് റെയിൽവേ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, അൽമാട്ടി, ഇതാണ് അൽമാട്ടി 1 റെയിൽവേ സ്റ്റേഷൻ. അൽമാട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു ബുക്കിംഗ് ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഈ പറയുന്ന Booking.comൻ്റെയും ഒരു ജീനിയസ് ലെവൽ 2 മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ അപ്ഗ്രേഡിലൂടെ എനിക്ക് വിത്ത് ബാത്റൂമുള്ള, അതായത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡബിൾ ബെഡുള്ള ഒരു റൂം എനിക്ക് 1500 രൂപയ്ക്ക് കിട്ടി. ദാറ്റ് വാസ് എ വെരി ഡാം ഗുഡ് ഡീൽ. അതായത് OTS ഞാൻ മൊത്തത്തിൽ മോശമൊന്നുമല്ല പറയുന്നത്. അഗോഡ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആപ്പാണ്. ഞാൻ അഗോഡയുടെ പ്ലാറ്റിനം മെമ്പർ ആയത് ഒരുപാട് ബുക്കിങ്ങുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ അഗോഡയുടെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ 30 ദിവസമൊക്കെ എടുക്കും. പിന്നെ ഇവർ നമുക്ക് വേണ്ടി വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും നോക്കില്ല. അപ്പോൾ എന്തോ എൻ്റെ ഭാഗ്യത്തിന് Booking.comൽ ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ജീനിയസ് ലെവൽ 2 മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റി. അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് നല്ലൊരു പ്രോപ്പർട്ടിയിലേക്ക് മാറാൻ പറ്റി. 1500 രൂപ പെർ ഡേ വരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 750 രൂപ. സ്റ്റിൽ ഇറ്റ്സ് എ ബെറ്റർ ഗുഡ് ഡീൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗോഡയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് Booking.com വഴി ഇത് രണ്ടും, ഇതിൻ്റെ ഒരു അയണി എന്ന് പറയുന്നത് അഗോഡയും Booking.com രണ്ടും ഒരേ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ OTS വഴിയാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരും. അതും ശ്രദ്ധിക്കുക. ഓക്കെ.